ಹಾಯ್ ಡಿಯರ್ ಪೇರೆಂಟ್ಸ್, ಎಲ್ಲರೂ ರಾತ್ರಿ ಕರೆದ್ರೆ ഞങ്ങളെ പേരൻസിൽ യാറത്തെ പേരൻസ് ഓരോ ഔത്തും മക്കളെ വിഷയത്തിൽ നല്ല ടെൻഷനിലായിട്ട് കയറാറ് അല്ലേ? ഞങ്ങളെ ഔത്തുലെല്ലാം ഞങ്ങൾ ഇപ്പം അനുഭവിച്ചുകൊണ്ടില്ലേ? ഞങ്ങളെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചമ്മത്ത് ഞങ്ങൾ കണ്ടുകൊണ്ടുള്ള വിഷയം ഡ്രഗ് ഇറുത് അല്ലേ? ആ സോഷ്യൽ മീഡിയയിൽ ഓരോ വിഷയങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളെ റായത്തെ അയാളുടെ മോനൂല ഇങ്ങനെയുള്ള അത്രയും നല്ല നല്ല പാരമ്പര്യ ഉള്ളേ നല്ല റായത്തിലും നല്ല പേരുള്ളങ്ങളെ മക്ക പോലും അങ്ങനെ ആയാറുള്ള ഡ്രഗ് അങ്ങനെ പിടിച്ചാറുള്ള അവിടെ പോലീസ് പിടിച്ചെത്തൂല. ഇങ്ങനത്തെ ഈ ഒരു ന്യൂസ് അല്ലെങ്കിൽ ഞങ്ങളെ മൊബൈലിൽ വാട്സാപ്പിലല്ല ഇങ്ങനത്തത് അല്ലെ FBയിലല്ല ഇങ്ങനത്തെ വിഷയമെല്ലാം കേൾക്കുമ്പോൾ ഞങ്ങളെ മക്കളെ വിഷയത്തിലും ഞങ്ങളും കുറേ ടെൻഷനിലല്ലേ? ഒക്കെ അല്ലേ? ഞാൻ വെറുതെ ചെന്നാമ ഓക്കെ. അപ്പൊ ഇങ്ങനെ ഈ ഒരു ഡ്രഗ് അഡിക്റ്റ് ആകൂലേ? കാരണം എന്തരേ? അതായിട്ടിക്കണു പേരൻസായ ഞങ്ങ ഇനി ആ ഒരു വിഷയത്തിൽ നല്ല ഒരു അപ്ഡേഷൻ ഞങ്ങളെ കാലഘട്ടത്തു ഒത്തു ഏതൊരു ബാപ്പകും ഏതൊരു ഉമ്മകും ഇത് മസ്റ്റായിട്ടിക്കർ. കാരണം ഈ കിടാവും ಅದಕ್ಕೆ പോകില്ല റീസൺ എന്തരെ? കാരണ മനുഷ്യക്ക് നെമ്മതി കിട്ടതുപോലെ കിട്ടിയെങ്കിൽ മനുഷ്യക്ക് പിന്നെ വേണ്ടാത്തത് അത് ಇದಕ್ಕೆಲ್ಲത്തിಗೂ ಅವನು ಎಲ್ಲತ್ತ ತೊಟ್ಟಿಟ್ಟು ಅವನು ಎಂದ್ರವರ ಸೇಫ್ಟಿ ಅವರ ഒക്കെ അല്ലേ? കിട്ട നെമ്മതി കിട്ടതുപോലെ കിട്ടാണ്ടാകുമ്പോഴത്തേക്കു ഓടെ അങ്ക് നെമ്മതി കിട്ടറ്. ആ നെമ്മതി കിട്ടുறதுக்கு അങ്ങ് ഉണ്ടാറ്. അത് നല്ല ഒരു സമൂഹത്തെട്ടി അല്ലെങ്കിൽ നല്ല ഒരു ചങ്ങായിമാരട്ടായെങ്കിൽ അതിലങ്ക് നെമ്മതി കിട്ടുന്നുണ്ടായെങ്കിൽ അങ്ങ് ಅದರ ബാക്കിൽ പോണ്ടാറ് അല്ലേ? ഇനി അതല്ല, നെമ്മതി തീരെ കിട്ടില്ല. അത് കിട്ടണായ ജാഗ ഏത് മെയിനായിട്ട്? അത് ഞങ്ങളെ ഔത്തായിട്ടിക്കർ. ഔത്തു കിട്ട നെമ്മതി കിട്ടതുപോലെ ഒരു കിടാവുക കിട്ടിയെങ്കിൽ പിന്നെ ഈ കിടാവു പുറത്ത് ഈ വേണ്ടാത്തത് അത് ഇതിരെ തൊട്ടിട്ട് എല്ലാം അവനെന്തര സേഫ്റ്റി അവര ഒക്കെ അല്ലേ? അപ്പൊ മെയിനായിട്ട് ഞങ്ങൾക്ക് ആ ഔത്ത് കിട്ടത് ചെന്നെങ്കിൽ മനുഷ്യരെ ആവശ്യങ്ങൾ 3 ഉണ്ട്. ഒന്ന് ഫിസിക്കലി നീഡ്സ്, അത് ഏത്? ഫുഡ്, ഓക്സിജൻ, അത് ഇത് അല്ല, ഡ്രസ് അങ്ങനത്തതല്ല. ನಾನು ಅದೆಡ್ತು ಕೊಡ್ತೆ, ನಾನು ಇದೆಡ್ತು ಕೊಡ್ತೆ, ನಾನು ಅವನು ಅದು ಕೇಟಪ್ಪ ಇದು ಕೊಡ್ತೆ. അത് മെന്റലി നീഡ്സ് അല്ല. അത് ഒന്ന് നോക്കരെങ്കിൽ മക്കളെ ഹലാക്കാക്കി എന്തും ചൊല്ലണം എനിക്ക്. മക്കൾക്ക് മനുഷ്യരെ നീഡ്സ് 3. ഒന്ന് വെച്ചൊന്നെന്തരെ ഫിസിക്കലി നീഡ്സ്, രണ്ടാമത്തത് മെന്റലി നീഡ്സ്, മൂന്നാമത്തതായിട്ട് സ്പിരിച്വലി നീഡ്സ്. അപ്പോൾ ഇത് ഫിസിക്കലി ആവട്ടെ സ്പിരിച്വലി ആവട്ടെ, ഇനി ഫിസിക്കലി ആയിട്ട് നല്ല ആ ഗ്രോത്തും നല്ല ഒരു ഹെൽത്തും അതും കിട്ടണമെങ്കിലും ഇനി സ്പിരിച്വാലിറ്റി ആയിട്ടും ഈ കിടാവുത്തല് ദീന്റെ വിഷയത്തിൽ അതിൽ ആ സ്പിരിച്വാലിറ്റി ആയിട്ട് ആ കിടാവു ഗ്രോത്ത് ആവുമെങ്കിലും ഈ നടുവത്തെ മെന്റലി നീഡ്സ് ആവശ്യകത അല്ലേ? മാനസികമായിട്ടുള്ള സ്വസ്ഥത, അതൊക്കെ അതായത് ആ മാനസികമായിട്ടുള്ള ആ ഒരു എന്തരേ നീഡ്, ആ നെമ്മതി കിട്ടതുപോലെ കിട്ടിയെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് അവിടെ എന്തരാവില്ല, മനസ്സിരെ ಬೇರೆಂಗಲ ಮನಸ್ಸರ ಬೇಜಾರಾಕ ಪೋಲ್ತದ ನಂಕದವಡೆ ಆಕು ಬಂಡ್ಲೆ
അപ്പം ഞങ്ങൾ ഈ മക്കളതിൽ ಯಾರತ್ತದು ನಂಗೆ ಕಂಡೋಂಟುಲ್ಲೇ ಈ ಪ್ರಾಯತ್ತಿಗೆ ಒತ್ತುಟ್ಟು ഞങ്ങൾട്ടിಗೆ ಬಿಹೇವ್ ಹಾಕೋಗು ಗೊತ್ತಿಲ್ಲ ಯಾರತ್ತೆ ഞങ്ങളെ പേരൻസിಗೆ ഞങ്ങളെ അവസ്ഥ ഇത് ഒക്കെ അല്ലേ ഞങ്ങളെ ബാപ്പ ഞങ്ങളെ ഉമ്മ ഞങ്ങളെ എങ്ങനെ മാനേജ് ആക്കിക്കൊണ്ട് ബന്നറ് അതേപോലെ ഞങ്ങളെ മക്കളെയും മാനേജ് ആക്കുമോ നോക്കറ് അപ്പം ഈ മക്കളെ ആ ലെവലിൽ മാനേജ് ആക്കുമോ നോക്കുമ്പോത്തുക ആ മക്കൾക്ക് കിട്ടേ ಮೆಂಟಲಿ ನೀಡ್ಸ್ കിട്ടവിടെ കിട്ടതുപോലെ കിട്ടാ ഇല്ല എന്ത് അങ്ങൾട്ടിಗೆ പ്രായത്ത് കൊത്തിട്ട് അങ്ങൾട്ടിಗೆ ബിഹേവ് ആക്കണം അപ്പോൾ ഒരു ചെറിയ മക്കായെങ്കിൽ അങ്ങളൊട്ടിಗೆ എതിരിയവല്ല ആക്കണായത് ഇനി 10 വർഷത്തിൽ പിന്നെ ഉള്ള മക്കളൊട്ടിಗೆ ബിഹേവ് ആക്കണായ രീതി എങ്ങനെ അങ്ക് കൊടുക്കുന്ന വാല്യൂസ് കൊടുക്കരുത് അതായത് പാരൻസ് ആയ ഞങ്ങൾ കൊടുക്കുന്ന പോലെ കൊടുത്തെങ്കിൽ പിന്നെ ഞങ്ങളെ മനസ്സിനെ ബേജാറാക്കിற പോലത്തത് അങ്കൊന്നും ആക്കുകയാവല്ലേട്ട് അപ്പം അത് കേട്ടിക്കറ് മോർ ഇമ്പോർട്ടൻറ്റ് മനുഷ്യരെ 3 നീഡ്സിൽ മെയിനായിട്ട് ഒരു മനുഷ്യക്ക് വേണായത് മാനസികമായിട്ടുള്ള ആവശ്യകത ഇട്ടിക്കറ് മനസ്സ് നെമ്മതിയായിട്ടിക്കറ് അപ്പം ആ നെമ്മതി ഞങ്ങളെ ഔത്തേ ഞങ്ങളെ മക്കൾക്ക് കിട്ടത് പോലെ കിട്ടിയെങ്കിൽ അപ്പം കിട്ടത് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഏത് അത് അങ്ക് കൊടുക്കറേ വാല്യൂസു പ്രായത്തിന് ഒത്തിട്ടു അങ്ക് കൊടുക്കറ പോലെ കൊടുത്തെങ്കിൽ ആ മക്ക പിന്നെ ഞങ്ങളെ മനസ്സിനെ ബേജാറാക്കിற പോലത്തത് എന്തുമാക്കുക കൊണ്ടാവല്ലേ ഇനി ഇതല്ല ബാല സിഗരറ്റ് വലിക്കല്ല കാരണം ഇങ്ങനത്തെ ഒരു ಮೆಂಟಲಿ നീഡ്സ് കിട്ടത് പോലെ കിട്ടവർക്കിടാവൂ ഇനി എങ്ങനത്തവണു എങ്ങനത്തെ ഡ്രഗ് വിളിച്ച പോയെങ്കിൽ പോലും അവൻ്റെ ഉൽഗത്തിലൊരു മറയ്ക്കറ് എന്തൊരു ബാപ്പ ഗൊന്തായെങ്കില ഉമ്മക്ക് ഗൊന്തായെങ്കില ഉമ്മക്ക് ബേജാറാവല്ലേ ബാപ്പക്ക് ബേജാറാവല്ലേ ചൊല്ല ആ ഒരു മറ അങ്ങനെ എന്തരാക്കറ് സേഫ്റ്റി ആക്കറ് അല്ലേ അപ്പൊ അക്കാരണം കൊണ്ടിട്ടു മോർ ഇമ്പോർട്ടൻറ്റ് കാരണം ഈ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയെങ്കിലേ നല്ലതിപ്പോൾ കൗൺസിലിംഗ് സെൻറ്ററിಗೆ ಬಂದೋಂಟುಲ್ಲ ಕೌನ್ಸಿಲಿಂಗ್ಗೆ ಬೇಣಾയിട്ട് ಬಂದೋಂಟುಲ್ಲೇ ആയിരക്കണക്കിലുള്ള മക്ക ഒന്നു രണ്ടൊന്നും അല്ല എൻ്റെ ഈ ഒരു 14-15 ഇയേഴ്സ് എക്സ്പീരിയൻസിൽ വന്നോട്ടുള്ള യാറത്തെ പേരൻസും ഹൈ ഡിപ്രഷഡായിട്ട് വന്നോട്ടുള്ളതും അതെ ആ മക്കളൊട്ടിಗೆ പൽക്ക പറയുമ്പത്തുകു ആ മക്ക ഓപ്പണായിട്ട് ഞങ്ങളുടെ ചൊല്ല് പോലും അങ്ങനെയമ്മേ എൻ്റെ ഒത്ത് ക്യാറാക്കല്ലേ എൻ്റെ അതുക്ക് ഇതുക്ക് തൊട്ടതുക്കും പിടിച്ചതുക്കും എല്ലാത്തിലും ഇങ്ങനെ ദൂരെ അങ്ങൾട്ടെ ചൊല്ല് ഇങ്ങൾട്ടെ ചൊല്ല് ഞങ്ങളെ ബഗ്യമേ ഇങ്ങനെ ഡിസ്കഷൻ ആക്കിക്കൊണ്ടിരിക്കറേ ആ ഒരു ഇതായിട്ടിക്കറ മക്കളൊട്ടിಗೆ ഞങ്ങൾ മുണ്ടുമ്പത്തു അങ്ങനെ ആ സമസ്യ ನಾನು ಅದಕ್ಕೆ ಅಟತ್ತಿಲೆ ಐಟಿಕ್ಕಿರಿ ನಾನು ಅದಕ್ಕೆ പോയിരെ ആ ചങ്ങായിട്ട് നാം മാറട്ടെ നാം കൂടരെ ആ ഒരു ടൈപ്പിലുള്ള അങ്ങനെ സങ്കടങ്ങൾ ആ ഒരു പെയിന് ഞങ്ങൾ അർത്ഥാക്കിയിട്ട് അങ്ക് കൊടുക്കുന്ന മാനസികമായിട്ടുള്ള ആ ഒരു ಮೆಂಟಲಿ നീഡ്സ് ആ ഒരു സ്വസ്ഥത ആ ഒരു നെമ്മതി ആക്കിടാവൂ കിട്ടുക തുടങ്ങിയെങ്കിൽ പിന്നെ ഈ മുത്തു ಬಂಗಾರ ಮಕ್ಕಗೆ ഞങ്ങളെ മനസ്സിനെ ബേജാറാക്കിற പോലത്തത് എന്തും അങ്കാക്കൂ സാധ്യല്ല അക്കാരണം കൊണ്ടിട്ടു ഞങ്ങൾ ഓടകെ ഫങ്ഷൻ്റെ അവിടേക്ക് പോണ്ട ഞങ്ങൾ ഓടകെ പോയെങ്കിലും ഞങ്ങൾ എപ്പോൾ മറക്കോ തീരാ ഞങ്ങളെ മക്കളെ ഞങ്ങളെ ഫ്രണ്ട്സ് ആവട്ടെ ഞങ്ങളെ കൊളീഗ്സ് ആവട്ടെ ഞങ്ങളെ ഫാമിലി ഉള്ള ആൾമാരാവട്ടെ അങ്ങനെ ഞങ്ങളെ മക്കളെ പരിചയമാക്കിയിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല ക്വാളിറ്റി അങ്ങനൊട്ടിಗೆ ഞങ്ങൾ ചൊന്നെങ്കിൽ വാവ് പിന്നെ ചൊല്ലമേ വേണ്ട അങ്ക് അങ്ങനൊട്ടിಗೆ അപ്പ കിട്ടുന്ന ഒരു നെമ്മതിയുണ്ട് അങ്ക് കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ട് ഞങ്ങളുടെ ഇടയിൽ അതായിട്ടിക്കർ അവൻ്റെ വേണ്ടാത്തതിരെ തൊട്ടിട്ടു സേഫ്റ്റി ആയിട്ട് നിൽക്കില്ല ഒന്നും രണ്ടാമത്തത് ഏതൊരു പേരൻസ് ഞങ്ങൾ മറക്കോ തീരാ ഞങ്ങളെ മക്കളൊട്ടിಗೆ ഇടയ്ക്കിടയ്ക്ക് നിൻ്റെ മനസ്സെന്തെങ്കിലും എൻ്റെ
ആക്ടിവിറ്റീസിൽ അതിലെന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ നിന്നൊക്കെ മാഫാക്കണാവാ. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ മക്കളൊട്ടിಗೆ കേട്ടോണ്ടിന്നെങ്കിലും ഇതിലും ഞങ്ങളെ മക്ക നല്ല ഒരു സേഫ്റ്റി ആയിട്ട് ഇക്കറാറ്. ഈ ഒരു 2 ടിപ്സ് നിങ്ങളൊന്ന് നിങ്ങളെ മക്കളതിൽ അപ്ലൈ ആക്കോറു. നെക്സ്റ്റത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. നൈസ് ടു മീറ്റ് യു. സീ അഗൈൻ.